ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പുതിയ അപ്ഡേറ്റുകളിലേക്കാണ്. പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പോലെ ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു സമയം കൂടിയാണിത്. കാരണം ഈ ഭീകരാക്രമണം നടത്തിയതിനു ശേഷം ഭീകരർ അവർ ഈ പെഹൽഗാമിലെ അല്ലെങ്കിൽ ബൈസാൻ വാലിയിലെ പൈൻ കാടുകളിലേക്ക് ഘോര വനത്തിലേക്ക് ഓടി ഒളിച്ചവരാണ്. ഇവരെ ഇപ്പോൾ സുരക്ഷാ സേന കണ്ടെത്തി എന്ന സൂചനയാണ് വരുന്നത്. 4 സുരക്ഷാ സേന ഭീകരരെ കണ്ടതായാണ് റിപ്പോർട്ടുകൾ. കോഗ്നാഗ് തരൺ റിഡ്ജിലാണ് ഏറ്റവും അവസാനം ഭീകരരുടെ സാന്നിധ്യം ഈ സുരക്ഷാ സേന സ്ഥിരീകരിച്ചിരിക്കുന്നത്. ശരത്ലാലുടെ പെഹൽഗാമിൽ നിന്നും തത്സമയം നമുക്കിപ്പം ശരത്ത്, ഗുഡ് മോർണിംഗ്. ഏറ്റവും സുപ്രധാനമായ വിവരമാണ് ആക്രമണം നടന്ന് ഈ ദിവസം എത്തുന്നത്. എവിടേക്കാണ് ഭീകരരുടെ സാന്നിധ്യം? എങ്ങനെയാണ് സുരക്ഷാ സേനയുടെ നീക്കങ്ങൾ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇവിടെ പൽഗാമിൽ പറഞ്ഞ കടുത്ത തണുപ്പ് തന്നെയാണ്. ഇവിടെ തന്നെ തണുപ്പ്. ഇപ്പോൾ മലനിരകളിലെ തണുപ്പ് നമുക്ക് ഊഹിക്കാമല്ലോ. ഈ മലനിരകളിലാണ് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നത്. 4 തീവ്രവാദികളാണ് ഉള്ളത്. ഇതിൽ 2 പേർ പാകിസ്ഥാനികളാണ്, 2 പേർ ജമ്മു കാശ്മീർ നിവാസികളാണ്, ലഷ്കർ എ തോയ്ബയുടെ നിവാസികളാണ്. ഇവരെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുരക്ഷാ സേന 4 സുരക്ഷാ സേനയുടെ കയ്യിൽ നിന്ന് തലനാരിഴക്ക് തീവ്രവാദികൾ രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവർ തീവ്രവാദികൾ നേരിട്ട് തന്നെ സുരക്ഷാ സേനയ്ക്കെതിരെ വെടിയുയർത്തിയിട്ടുണ്ട്. സുരക്ഷാ സേന ഇവരെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത്, തിരിച്ചറിയുന്നത് അനന്തനാഗ് ജില്ലയിലെ ഹാപ്പർനഗർ വില്ലേജിനടുത്തുള്ള ഫോറസ്റ്റിലാണ്. ഇവിടെ നിന്ന് ഒരു വസതിയിലെത്തിയ ഇവർ ഭക്ഷണവും മറ്റും ശേഖരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്ത വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സുരക്ഷാ സേന അവിടെ എത്തുകയും അവിടെ നിന്ന് സുരക്ഷാ സേനയിൽ സാന്നിധ്യം എത്തുന്നതിന് മുമ്പേ തന്നെ ഇവർ ഇവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. പിന്നെ ഇവിടെയുള്ള മലനിരകളാണ് ഇപ്പോൾ നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ റിഡ്ജിലാണ്. റിഡ്ജ് എന്താണെന്ന് അറിയാം, കൂത്തം മലൻ ചെകുത്തുകളെയാണ് ഇടക്കിലാണ് റിഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇതുവഴി ജമ്മു വഴി തെറിച്ച് പാകിസ്ഥാനിലേക്ക് പോകാനുള്ളൊരു ശ്രമമാണ് ഇവർ നടത്തുന്നത് എന്നാണ് സുരക്ഷാ സേന ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും ഇപ്പോഴും തെക്കൻ കാശ്മീരിൽ തന്നെയാണ് തീവ്രവാദിയുള്ളത്. അവരെ ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ 24 മണിക്കൂറിനകം തന്നെ അവരെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. സുരക്ഷാ സേനക്ക് നൽകിയ നിർദ്ദേശമാണ് ഇതിനുള്ള. കാരണം ജീവനോടെ പിടിക്കുക എന്നതാണ് സുരക്ഷാ സേനക്ക് നൽകിയ നിർദ്ദേശം. ഭീകരരുടെ ആയുധങ്ങളുണ്ട്. 100% ഇപ്പോൾ രാവിലെ തന്നെ സുരക്ഷാ സേന ഈ പ്രദേശം മാത്രം മലനിരകൾ, ചെങ്കുത്തായ എല്ലാ മലനിരകളിലെയും താഴ്വാരങ്ങൾ ഇപ്പോൾ സുരക്ഷാ സേനയുടെ വലയത്തിലാണ്. അതേപോലെ തന്നെ ഈ പ്രദേശവും ഇപ്പോൾ സുരക്ഷാ സേന വളഞ്ഞു മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇന്ന് സുരക്ഷാ സേന ഓപ്പറേഷനിൽ യാതൊരു മാധ്യമപ്രവർത്തകരെയും കൂടെ കൂട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ ചുറ്റും കാണുന്ന മലനിരകളിലാണ് എവിടെയോ സുരക്ഷാ സേന ഇപ്പോൾ ഓപ്പറേഷൻ നടത്തുന്നത്. വ്യക്തമായ നമുക്ക് ഈ റിഡ്ജ് മാത്രമാണ് സ്ഥലം പറഞ്ഞത്. ഇതിനെ 40 കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന കാടുകളാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കണം. ചെകുത്തായ 40 കിലോമീറ്റർ ചുറ്റുപാടുമുള്ള കാടുകളാണ്. ഇതിൽ ഒരു ഭാഗം പാകിസ്ഥാനാണ്, POK-യാണ്. കടുത്ത മലനിരകൾ, മഞ്ഞുമൂടിയ മലനിരകൾ കഴിഞ്ഞാൽ പാകിസ്ഥാനാണ്. എന്നാൽ മഞ്ഞുമൂടിയ മലനിരകൾ കടക്കാൻ തീവ്രവാദികൾക്ക് സാധ്യമല്ല. അത്തരമുള്ള ഡ്രസ്സുകളോ കാര്യങ്ങളോ തീവ്രവാദികളെ കയ്യിലില്ല എന്നാണ് പറയുന്നത്. തീവ്രവാദികൾ ഇപ്പോൾ പുറത്തേക്ക് ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ ലഷ്കർ എ തോയ്ബയുടെ ഇവിടെയുള്ള സ്ലീപ്പർ സെല്ലിനെ ബന്ധപ്പെടുന്നത്, പാകിസ്ഥാനിലേക്ക് ബന്ധപ്പെടുന്നത് 3 മൊബൈൽ ഫോൺ വഴിയാണ്. ഈ 3 മൊബൈൽ ഫോണുകളും കൊല്ലപ്പെട്ടവരുടെ പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ പക്കലിൽ നിന്ന് എടുത്ത മൊബൈൽ ഫോണുകളാണ്. ഇതും സുരക്ഷാ സേന തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെ സഹായിക്കുന്ന ഇവർ ബന്ധപ്പെട്ടിരുന്ന 15 പേരെ ഇപ്പോൾ സുരക്ഷാ സേന കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. സേതുലക്ഷ്മി, ഏതായാലും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഭീകരരെ സുരക്ഷാ സേന കണ്ടെത്തിയിരിക്കുന്നു. ദിവസങ്ങളായിരിക്കുന്നു. അതിനുശേഷം ഭീകരർ ആ കൊടുംകാട്ടിലേക്ക് ഒളിച്ച ഭീകരരെ കണ്ടെത്താൻ സുരക്ഷാ സേന ആ ദിവസം മുതൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തിരച്ചിലായിരുന്നു. പക്ഷേ ഈ ദിവസം നിർണായകമാണ് അല്ലേ?
അതെ, നിർണായകമാണ്. കാരണം ഇനി ഒരു കാരണവശാലും സുരക്ഷാ കയ്യിൽ നിന്ന് ഇവർ അകന്നുപോലേക്ക് വഴുതി പോകാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് സുരക്ഷാ സേന ഇപ്പോൾ ഇത് ഈ സെർച്ച് നടത്തുന്നത്, പരിശോധന നടത്തുന്നത്. നമുക്കറിയാം, ആയുധങ്ങൾ നൽകിയിട്ടുണ്ട്, ആയുധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൽനാഗൽ വെച്ച സുരക്ഷാ സേനക്കെതിരെ വെടിയുയർത്തത്. അപ്പം തീവ്രവാദികളെ കൈവശം ഇപ്പോൾ ആയുധങ്ങളുണ്ട്, യന്ത്രത്തോക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് സുരക്ഷാ സേന സുരക്ഷാ പരിശോധന നടത്തുന്നത്. എന്നായാലും അധിക ദൂരം ഇവർക്ക് പോകാൻ കഴിയില്ല. എത്രയായാലും തങ്ങളുടെ കൈകളിൽ അകപ്പെടും എന്ന് തന്നെയാണ് സുരക്ഷാ സേനയുടെ ദൃഢ വിശ്വാസം. അതുകൊണ്ട് തന്നെ വളരെ കാര്യക്ഷമതയോടെ യാതൊരു പഴുതുമില്ലാതെ സുരക്ഷാ സേനയുടെ വലയം പൊട്ടിക്കാതെ ഭീകരരെ വളഞ്ഞിട്ട് പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ സുരക്ഷാ സേന നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുരക്ഷാ സേന ഇതാദ്യമായിട്ട് തങ്ങൾ നാല് തവണ തങ്ങളെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്നുള്ള സൂചന മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. ഏതായാലും ഇനി അത്തരം ഒരു വഴുതിപ്പോകൽ ഉണ്ടാവില്ല. ഇക്കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പഴുതടച്ചുള്ള ഒരു പരിശോധന തന്നെയാണ്, ഈ വലയം ചെയ്തുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഓർക്കണം, 5000-ഓളം സുരക്ഷാ സൈനികരാണ് ഈ പരിശോധനക്ക് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആർമിയുണ്ട്, CRPF ഉണ്ട്, അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ട്. ഇത്രയും ഇന്നിരമുള്ള കാടടച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. സേതുലക്ഷ്മി. ശരി ശരത്തിലേക്ക് മടങ്ങിയെത്താം. പ്രിയപ്പെട്ടവരെ, പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും സുപ്രധാനമായ ദിവസമാണിത്. കാരണം ഭീകരരുടെ സാന്നിധ്യം സുരക്ഷാ സേന സ്ഥിരീകരിച്ചിരിക്കുന്നു. സംയുക്ത ഓപ്പറേഷനിൽ സുരക്ഷാ സേന ഒളിച്ചിരിക്കുന്ന സ്ഥലം ഇപ്പോൾ സൈന്യം വളഞ്ഞിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ വിവരമാണ് പെഹൽഗാമിൽ നിന്നും ശരത്ലാൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.